ഈശ്വംശിയാക്കി സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടോട്ടത്തിലെ 14-ാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗത്ത് ഈശ്വനാഥൻ തന്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അയക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. ഈ ഒരു സുവിശേഷ ഭാഗത്ത് കാണുന്ന വിചിത്രമായൊരു വസ്തുതയാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. 5-ാമത്തെ വാക്യം, 10-ാം അധ്യായം 5-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: യേശു 12 പേരെയും ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമരിയായുടെ പട്ടണത്തിൽ പ്രവേശിക്കുമരുത്. 6-ാമത്തെ വാക്യം: പ്രത്യുത ഇസ്രായേൽ ഭവനത്തിന്റെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. ഈ വാക്യം വളരെ വിചിത്രമായിട്ട് തോന്നും. കാരണം നമുക്ക് എല്ലാ മനുഷ്യരും സുവിശേഷം അറിയണം, ഈശോയെ അറിയണം, ഈശോ പഠിപ്പിച്ച മൂല്യങ്ങൾ ഉൾക്കൊള്ളണം, ഈശോ പഠിപ്പിച്ച ആ ചൈതന്യത്തിൽ ജീവിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ സുവിശേഷ പ്രഘോഷണം, സുവിശേഷവൽക്കരണം, ഇവാഞ്ചലൈസേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾ വിജാതിയുടെ അടുത്തേക്ക് പോകരുത്. ഒരു കർശനമായ താക്കീത് പോലെ, ഇങ്ങനൊരു ഓർഡറാണത്. പോവരുത് എന്ന് തന്നെ യേശു പറയുന്നത്. പോകരുത്, നിങ്ങൾ സമരിയായുടെ പട്ടണത്തിൽ പ്രവേശിക്കുമരുത്. സമരിയ ഒരു വിജാതീയ പ്രദേശമാണ്. സമരിയൊക്കെ രക്ഷപ്പെടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവിടെ കയറരുത്. വ്യക്തമായിട്ട് പറയാം. എന്തുകൊണ്ട് ഈശോ ശിഷ്യന്മാര് വിജാതിയുടെ അടുത്തേക്ക് പോകരുത്, സുവിശേഷമായി പോകരുത് എന്ന് പറഞ്ഞു? ഇതാണ് ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്തുകൊണ്ട് പറഞ്ഞു? ഒരു 4 കാരണങ്ങൾ നമുക്ക് ഇതിനകത്ത് കണ്ടെത്താൻ സാധിക്കും. ഒന്നാമത്തത് ഒരു സാമൂഹ്യ വിഷയമാണ്. അതായത് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിലെ പഠനങ്ങളും പ്രവർത്തികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ അടുത്ത് നിന്നും വിജാതി ജനത്തിന്റെ ഇടയിൽ നിന്നും ഒക്കെ ഈ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് പല രീതിയിൽ. അപ്പൊ ഈശോയുടെ ശിഷ്യന്മാർ ഇതുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ വിജാതിയുടെ അടുത്തേക്ക് പോയാൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സാമൂഹിക പ്രശ്നമുണ്ട്. വലിയൊരു കോൺഫ്ലിക്റ്റ്, വലിയൊരു വിഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയൊരു തർക്കമോ വഴക്കോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശോ അത് ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഇതിങ്ങനെ അന്നേരത്തെ ഒരുപാട് സംഘടനകളുണ്ട്. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ള അതിനെ കുറിച്ച്. സീലറ്റ്സ് എന്നൊക്കെ പറയുന്ന സംഘടനയൊക്കെ ഉണ്ട്, തീവ്രവാദ സംഘടനയൊക്കെ. അപ്പൊ അതുപോലൊരു സംഘടന അല്ലിത്. അപ്പൊ ഇങ്ങനെ പോയി ഒരു നിർബന്ധിതമായിട്ടൊക്കെ മതപരിവർത്തനം പോലെയോ അല്ലെങ്കിൽ ഒരു ആശയം അടിച്ചേൽപ്പിക്കുന്ന സംഘടനയായിട്ടൊക്കെ ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്നേഹത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടാൻ ഭയങ്കര പാടായിട്ട് വരും. ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഈ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. ഈശോ അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ വിജാതിയുടെ അടുത്തേക്ക് പോകരുത്. സമരിയായിരിക്കും ചെന്ന് കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ നേരത്തെ സുവിശേഷം വായിക്കുന്നുണ്ട് അവരുമായിട്ടുള്ളൊരു പ്രശ്നമൊക്കെ. രണ്ടാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ് ഈ രണ്ടാമത്തെ കാര്യം. പ്രത്യുത ഇസ്രായേൽ ഭവനത്തിന് നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോയത്. പ്രയോറിറ്റി ഈസ് ഫോർ ഇസ്രായേൽ, ദ ചോസൺ പീപ്പിൾ. തിരഞ്ഞെടുക്കപ്പെട്ട വംശം, തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവത്തിന്റെ ജനം, അവർക്കാണ് പ്രയോറിറ്റി. അവരെയാണ് ആദ്യം ലക്ഷ്യം വെക്കേണ്ടത്. അവരെ ആദ്യം ലക്ഷ്യം വെക്കുക, അവരോട് സുവിശേഷം പ്രഘോഷിക്കുക. വിജാതിയുടെ അടുത്തേക്ക് പോകാൻ വരട്ടെ, ഇപ്പൊ പോവണ്ട, ഇസ്രായേൽ ജനത്തോട് സുവിശേഷം പറയുക. അതാണ് ഇപ്പൊ നമ്മൾ മെനക്കെട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്വം. മറ്റൊരിടത്തേക്ക് പോകണ്ട, അതിനു മുമ്പേ ഇസ്രായേൽ ജനത്തോട് സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറയുന്നൊരു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈശോ പറയാം. അവിടെ പറ. ഇപ്പൊ നിങ്ങൾ വിജാതിയുടെ അടുത്തേക്ക് പോകാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ അങ്ങ് ചിതറി എങ്ങനെ പോകും? ഇസ്രായേൽ ജനം ഇവിടെ കിടക്കും. അപ്പൊ പ്രയോറിറ്റി ഈസ് ഫോർ ചോസൺ പീപ്പിൾ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വേൾഡ് ഈസ് നോട്ട് റെഡി. ലോകം ഒരുങ്ങിയിട്ടില്ലെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം ലോകം ഒരുങ്ങിയിട്ടില്ല. എപ്പോൾ വരെ? ക്രിസ്തുവിന്റെ മരണം ഉയർപ്പും വരെ. മരണം വരെ എന്ന് പറയാൻ പറ്റത്തില്ല, മരണവും ഉയർപ്പും വരെ. ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസം പ്രഘോഷിക്കപ്പെടുന്നത് വരെ ലോകം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ടില്ല. അപ്പൊ നമ്മള് മത്തായിയുടെ സുവിശേഷത്തിലെ 28-ാം അധ്യായം, അവസാനത്തെ ഭാഗമാണ് 28-ാം അധ്യായം. 28-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യം, അവസാന ഭാഗത്തേക്ക് എത്തുക. 20 വാക്യങ്ങളിൽ 28-ാം 19-ാം വാക്യം അവിടെ എത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്ന ഈശോ, അല്ലെങ്കിൽ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുന്ന ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ.
സ്നാനപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം നമ്മൾ വായിക്കുന്നത്. ഇനി എല്ലാ ജനതയും ശിഷ്യപ്പെടുത്താൻ ഇപ്പോ സമയമായി. ഈശോ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ലോകത്തിന് അതിൻ്റെ ഒരു അടിത്തറയായി. ഈശോയുടെ ഉത്ഥാനം ഈ സുവിശേഷം സ്വീകരിക്കാനുള്ള ഒരു അടിത്തറയായി. ഇനി നിങ്ങൾക്ക് സുവിശേഷം പ്രഘോഷിക്കാം, ഇനി എല്ലാ ജനതകളിലും പോയി സുവിശേഷം പ്രഘോഷിക്കുമെന്ന് അവിടെ പറയും. പക്ഷെ ഇതിനു മുമ്പ് ഈശോയുടെ പീഡാസനത്തിനും ഉദ്ധാനത്തിനൊക്കെ മുമ്പ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഈശോ വ്യക്തമായിട്ടും പറയാൻ, ഇപ്പൊ പോകരുത്, ഇപ്പൊ പോയി കഴിഞ്ഞാൽ അവര് സ്വീകരിക്കാനുള്ള ഒന്നും അവർക്കില്ല, ഒരു ബേസ് അവർക്കില്ല, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് കാര്യമില്ല, പോകണ്ട എന്ന് പറയുക. അതാണ് മൂന്നാമത്തെ കാര്യം. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നാലാമത് കിടക്കുന്നത്. നാലാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ രണ്ടാമത് പറഞ്ഞു പ്രയോറിറ്റി ഈസ് ഫോർ ചോസൺ പീപ്പിൾ എന്ന് പറയും. ഇപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനാണ് പ്രാധാന്യം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ ജനം ആദ്യം സുവിശേഷം ജീവിക്കണം. ഇസ്രായേൽ ജനത്തോട് സുവിശേഷം പ്രഘോഷിക്കും, വിജാതീയർ അവിടെ നിൽക്കട്ടെ. ഇസ്രായേൽ ജനത്തോട് സുവിശേഷം പ്രഘോഷിക്കണം. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരോട് സുവിശേഷം പ്രഘോഷിച്ച് അവരാ സുവിശേഷം സ്വീകരിച്ച് അത് അവരാ ജീവിച്ച് സാക്ഷ്യം ജീവിതം കൊണ്ട് നൽകുമ്പോൾ, സുവിശേഷ സാക്ഷ്യം ജീവിതം കൊണ്ട് നൽകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ വിജാതീയർ പോയി പ്രഘോഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവരുടെ ജീവിതം കണ്ടിട്ട് വിജാതീയർ ഇങ്ങോട്ട് പോരും. അവർ ഇതെന്താണ് ഇതെന്താണ് ഇതിന്റെ ടെക്നിക്ക്, ഇതെന്താണ് നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ ആദർശങ്ങൾ, നിങ്ങളുടെ വിശ്വാസ സംഹിത എന്താണെന്ന് ചോദിച്ച് അത് പഠിക്കാൻ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് വിജാതീയർ ഇങ്ങോട്ട് വരും. ഇതാണ് ഈശോയുടെ ഉദ്ദേശം. ആദ്യം ഇസ്രായേൽ ജനത്തോട് സുവിശേഷം പ്രഘോഷിക്കുക, ഇസ്രായേൽ ജനത മുഴുവൻ ഈ സുവിശേഷം സ്വീകരിക്കട്ടെ. സ്വീകരിച്ച് അവര് ശക്തമായി സുന്ദരമായി സുവിശേഷം ജീവിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുമ്പോൾ പിന്നെ വിജാതിയുടെ അടുത്തോട്ട് പോകേണ്ട ആവശ്യം പോലും വരുന്നില്ല. അവർ ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് ക്രിസ്തുവിനെ തിരക്കും, ക്രിസ്തുവിന്റെ പാഠങ്ങൾ തിരക്കും, ക്രിസ്തുവിന്റെ ജീവിതം തിരക്കും, ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ തിരക്കും, ക്രിസ്തുവിന്റെ ചൈതന്യം സ്വീകരിക്കും. ഇതാണ് സംഭവിക്കേണ്ടത്. ഈ 4 സംഭവങ്ങളാണ് നമുക്ക് ഈ സുവിശേഷഭാഗത്ത് കാണാൻ സാധിക്കും. 4 കാരണങ്ങളാണ് കാണുന്നത്. 4ാമത്തെ കാരണമാണ് നമ്മൾ ഈ സുവിശേഷഭാഗത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്.